ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ വിഷു ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വിഷു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന്. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ ഓണത്തിന് ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി തൊട്ടിട്ട് ഓണം, വിഷു, അതുപോലെ തന്നെ പെരുന്നാൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലും സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് വീഡിയോ ഇടാറുണ്ട്. പക്ഷേ എന്തോ ലാസ്റ്റ് ടൈം ഓണത്തിന് എനിക്ക് ചെയ്യാനേ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നൈക്കിയിൽ നിന്ന് ഞാൻ കുറച്ചധികം ബ്രാൻഡഡ് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് നമ്മളിന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ എൻ്റെ ഹെയർ ഫേസിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ബോ വെച്ച് അതൊന്ന് സെക്യൂർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഫേസിലോട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ ഹെയർസ് ഉണ്ട് കണ്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ വന്നിരിക്കും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ലെൻസ് വെക്കാം. ഞാൻ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് ഞാൻ വരുന്ന വഴിയിൽ ഞാൻ ലെൻസ് വാങ്ങി. ഞാനങ്ങനെ എപ്പോഴും ഒരു ലെൻസ് വെക്കുന്ന ഒരാളല്ല. ഇങ്ങനെ ഷൂട്ടുള്ള സമയത്ത്, അതുപോലെ തന്നെ മോഡൽ ഷൂട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഷൂട്ടുള്ള സമയത്ത്, പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ലുക്ക് എനിക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ തോന്നുന്നു, അങ്ങനെ ഞാൻ ലെൻസ് വെക്കും. ഇന്നതാ ഞാൻ ഈ ഒരു ലെൻസാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇത് ഹേസലാണ് ഷെയ്ഡ് വരുന്നത്. സോ നമുക്ക് ലെൻസ് വെച്ചിട്ട് വരാം. അങ്ങനെ ലെൻസ് വെച്ചിട്ടുണ്ട്. ഒരു ഹേസൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒറിജിനൽ കളറിനെക്കാട്ടും ഒരു ചെറുതായിട്ടൊരു ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ലെൻസ് വെക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഞാൻ കൂടുതലും ഗ്രേ ആണ് യൂസ് ചെയ്യാറുള്ളത് ഷെയ്ഡ്. ഇന്ന് എന്തോ എനിക്ക് ഏസൽ യൂസ് ചെയ്യാൻ തോന്നി, പക്ഷേ ഏസൽ എനിക്ക് സ്യൂട്ട് ആകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ലെൻസ് വെച്ചു. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് ടീ ട്രീയുടെ വെറ്റ് വൈപ്സ് ആണ്. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിയത്. എനിക്ക് എന്തോ ഒരു പോയിൻറ്റ്സ് എത്രയോ കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയൊരു വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു 1-2 ബോക്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഫേസിലൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് വൈപ്പ് ചെയ്യാം. എന്തെങ്കിലും ഇനിയിപ്പോൾ ലെൻസൊക്കെ വെച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് സ്കിന്നൊന്ന് പ്രപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമറായ സിൽക്ക് ടച്ചിൻ്റെ ഫ്ലിക്കേടെ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ കണ്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്, 899 ആണ്. സോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സലൂൺസിൽ. ഞാനിപ്പോൾ സലൂണിൽ വർക്ക് ചെയ്യണ കാരണം എനിക്ക് അവിടെ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് ബ്രാൻഡ്സും ഒക്കെ ചെറുതായിട്ടൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി, മേക്കപ്പിൻ്റെ സ്റ്റെപ്സും രീതികളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ നൈക്കിയിൽ നിന്ന് കുറച്ചധികം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ നമ്മുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടറിയില്ല, നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഓക്കെ, ലിപ് ബാം അപ്ലൈ ചെയ്യാം. ലിപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാമാണ് കേട്ടോ ഇത് ഈഷ് ആയുർവേദത്തിൻ്റെ ലിപ് ബാമാണ്. ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്ക് തന്നൊരു ലിപ് ബാമാണ് കേട്ടോ. ഈ ഗ്ലോ കണ്ടോ നിങ്ങൾ? ഇത് ആ ഒരു ഫ്ലിക്കയുടെ മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ യൂസ് ചെയ്തപ്പോൾ കിട്ടിയൊരു ഗ്ലോ ആണ് കേട്ടോ. നല്ല ഗ്ലോ ഉണ്ട്, എനിക്കിഷ്ടമായി. എന്തായാലും ഇത് അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. കുറച്ച് റേറ്റ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കറക്ടറാണ്. എനിക്ക് അധികം കറക്റ്റ് ചെയ്യാനില്ല, മെയിനായിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾ മാത്രമേ എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ളൂ. സോ അത് കറക്റ്റ് ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഈ ഒരു ഓറഞ്ചാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അധികം ഇല്ല കറക്റ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ ആ ഒരു ഡാർക്ക് സർക്കിളാണ് മെയിനായിട്ട് അവിടെയാണ് കേട്ടോ അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ചെറുതായിട്ട് ഇവിടെയൊക്കെ ബ്ലാക്ക് സ്പോട്ട് ഉള്ളപ്പോൾ ഞാൻ അവിടെയും കൂടെ കറക്റ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീൽ ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് അതിന് ക്യാപ്പാണ് കേട്ടോ. ഇത് മെബ്ലാൻ ന്യൂയോർക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് ഇറേസറാണ്. മൾട്ടി യൂസ് കൺസീലറാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു, വെയിറ്റ്, ഇതിൻ്റെ ബോക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. സോ നമുക്ക് കൺസീൽ ചെയ്യാം. എനിക്ക് എൻ്റെ ഷെയ്ഡാണോ എന്നൊരു ചെറിയൊരു പേടിയില്ലാതില്ല. കുഴപ്പമില്ല, എൻ്റെ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യുമ്പോൾ, ദൈവം ഇതെൻ്റെ ഷെയ്ഡാവോ അല്ലയോ. കാരണം നൈക്കയിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവിടെ റിട്ടേൺ അടിക്കാൻ കുറച്ച് പാടാണ് പ്രൊഡക്റ്റൊക്കെ. ഇത് കറക്റ്റ് എൻ്റെ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഷെയ്ഡ് പോലെ ഉണ്ട്.
ഞാൻ പ്രൊഡക്ട്സ് നൈക്കിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോഴാണ് ഓരോന്ന് ട്രൈ ചെയ്യുന്നത് കേട്ടോ. വാവ്, നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും കേട്ടോ. കറക്റ്റ് അടിപൊളി, നല്ല കൺസീലർ കേട്ടോ, എനിക്കിഷ്ടമായി. ഞാൻ ഈ കണ്ണിൻ്റെ മേലെ കൂടെ ഒക്കെ ഒന്ന് കൺസീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പെർഫെക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു 5-6 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇതിൽ ഏതായിരിക്കും എൻ്റെ ഷെയ്ഡ്. ഞാനാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മുന്നേ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പെർഫെക്റ്റാണ് എനിക്ക്. എൻ്റെ ബ്ലാക്ക് സ്പോട്ടൊക്കെ നോക്കിയാൽ ബ്ലറായി. ഇവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടോന്നറിയില്ല. ഈ ഒരു ഭാഗത്തൊരു പിമ്പിൾ വന്ന മാർക്ക്, അതൊക്കെ ബ്ലറായിട്ട്, ബ്ലറല്ല, അതൊക്കെ ഹൈഡായിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഞാൻ എടുത്തേക്കുന്ന ഫൗണ്ടേഷൻ മെബ്ലൈൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ പ്രൈസ് വന്നത് 329 റുപ്പീസാണ് കേട്ടോ. ഇതിനി എൻ്റെ ഷെയ്ഡായാൽ മതി, എനിക്ക് ഒരു പേടിയുണ്ട്. ഞാൻ ഫസ്റ്റ് ഐ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. സോ ഞാൻ ഐയുടെ ഭാഗത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഐ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫേസിലോട്ട് കിടക്കുമ്പോൾ പിന്നെ അതിനുശേഷം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഫേസിൽ. ഓക്കെ, ഇത് എൻ്റെ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിനാണ് ഇപ്രാവശ്യം ഷെയ്ഡൊക്കെ കറക്റ്റ് മാച്ച് ആവുന്നത്. സാധാരണ എനിക്ക് അങ്ങനെ മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് ലിപ്സ്റ്റിക് ആയാലും ഫൗണ്ടേഷനൊക്കെ ആയാലും തീരെ ഷെയ്ഡ് മാച്ച് ആവാറില്ല. ഇപ്രാവശ്യം എന്താ എല്ലാം മാച്ചായി. നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലെൻഡറാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കുഞ്ഞീരാണേ. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പൗഡറാണ് കേട്ടോ. ഇത് പാക്കിൻ്റെ പൗഡറാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയതാണ്. ഇത് പിസ്സ പഫാണ്. 325 റുപ്പീസാണ് കേട്ടോ ഇതിന് വരുന്നത്. സോ നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് അടുത്ത് വരാം അല്ലേ. ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാം. അപ്പം ഞാൻ എടുത്തേക്കുന്ന പാലറ്റ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന മാർസിൻ്റെ പാലറ്റാണ്. ഞാൻ വേറൊരു ഐ ഷാഡോ പാലറ്റ് ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോഴും ഞാൻ ഒരേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതാ ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എച്ച് പി തോന്നുന്നു ബ്രാൻഡ്, HP ഓർ BP അറിയില്ല. മേക്കപ്പ് ബ്രഷാണ്, നല്ല ബ്രഷാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 325 ആണ്. അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ബ്രഷൊക്കെ പർച്ചേസ് ചെയ്തത്. പുതിയ ബ്രഷ് വെച്ച് ഞാൻ ഇനി ഐ ഷേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് 3 ഷെയ്ഡ് അപ്ലൈ ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. 4 ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് കണ്ണ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയാണേ. ബ്രഷ് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അപ്ലൈ ചെയ്യണം. അതിൻ്റേതായ ഒരു കുഴപ്പങ്ങളുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ സെറ്റാക്കി നമ്മൾ ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിലെ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഔട്ടറിന്ന് ഇന്നറിലോട്ട് ആക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. 2 ഷെയ്ഡും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലൊരു ഗ്ലിറ്റർ ഷെയ്ഡാണ് മിഡിൽ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. മിഡിലിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഐ ഷേഡും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഐബ്രോ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കാജൽ അപ്ലൈ ചെയ്യണം, മസ്കാര ഇടണം. അപ്പോൾ ഞാൻ ആദ്യം ഐബ്രോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐബ്രോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാഴ്സിൻ്റെ ബ്രോ പാലറ്റാണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഈ ഒരു ടൂൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ മടങ്ങി കിടക്കുകയാണ്. ഇത് നിവർത്തിയാൽ തന്നെ അത്യാവശ്യം നല്ല എനിക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പായി പോലെ തോന്നും കേട്ടോ.
ഇത് കണ്ടോ, ഇതിനാണ് നമ്മളുടെ വ്യത്യാസം കണ്ടോ. അപ്പം ഞാനിതിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്, കറക്റ്റ് ബ്ലാക്ക് എടുക്കുന്നില്ല. ഇനി നമുക്ക് കണ്ണെഴുതാം. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് നമുക്കൊരു സ്മോക്കി ഐ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. എന്താവും എന്നറിയില്ല, ഞാനൊരു സ്മോക്കി ഐ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, എന്നാലും നമുക്കൊന്ന് പരീക്ഷിക്കാം. എനിക്കിഷ്ടമായിട്ടോ ഈ ഒരു എന്താ പറയുക, ഐബ്രോയുടെ പാലറ്റിൽ 3 ടൈപ്പ് ബ്രഷാണ് കേട്ടോ വരുന്നത്. 1, 2 പിന്നെ മറ്റാ ഒരു കോംബോയാണ് ബ്രഷ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് സ്മോക്കി ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഐബ്രോ പാലറ്റിലെ ആ ഒരു ഷെയ്ഡ്സ് വെച്ചിട്ട് ഞാനൊരു സ്മോക്കി ഐ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. ഇനി ജസ്റ്റ് ഞാൻ ഇതിൽ ഈ ഒരു ഷെയ്ഡ് ഞാൻ അതിൻ്റെ മേലെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഐലൈനറാണ് കേട്ടോ. വളരെ തിന്നായിട്ടുള്ളൊരു ലൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻസൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഐലൈനർ. എനിക്ക് എൻ്റെ ഐ മേക്കപ്പിലൊക്കെ എനിക്കിഷ്ടമായി, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഒരു തിൻ ലൈൻ ഒന്ന് മേലെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ മസ്കാരയാണ്. ഞാൻ മസ്കാരയ്ക്ക് വേണ്ടത് ഈ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് തന്നെ, ലാക്മേയുടെ ആണ്. സ്ഥിരം ഞാനൊരു ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ ഗെറ്റ് ഡേറ്റിനെയൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിനി ലാക്മേയുടെ മസ്കാര യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ലാക്മേയുടെ മസ്കാര ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായി, നല്ല ഡിഫറൻസ് അറിയുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒരു വട്ടം കൂടെ ഒന്ന് അയ്യോ കൊള്ളാലേ. അടിപൊളി, എനിക്കിഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഡിഫറൻസ് കാണുന്നുണ്ടാവും എൻ്റെ ഈ ഒരു ഐബ്രോസ് ഐലാഷസും അതുപോലെ തന്നെ ഈ ഒരു ഐലാഷസിൻ്റെ ഡിഫറൻസ് കേട്ടോ. ഐ മേക്കപ്പ് ലുക്ക് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എനിക്കിഷ്ടമായിട്ടോ. നോർമലി ഞാൻ എപ്പോഴും ഒരേപോലെയാണ് ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്താ പറയുക, ഐ ഷെയ്ഡൊക്കെ ഒന്ന് മിക്സിങ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഷെയ്ഡ്സും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ ഞാൻ ഐലൈനർ വളരെ തിന്നായിട്ടാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് സ്മോക്കി ആയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐലാഷസും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ എടുത്ത സെയിം ഫൗണ്ടേഷനാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ ബേസ് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ഗ്ലോയി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ എന്താ പറയുക, ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ആദ്യം ഡോട്ട് ഇട്ട് കൊടുക്കാം. ഫേസിൽ മാത്രം ഫൗണ്ടേഷൻ ഇട്ടാൻ പോരാ, കാരണം നെക്കിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഫേസ് നെക്കൊക്കെ വേറെ കളറായി മാറും. ഇത് ശരിക്കും ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന ബ്രഷല്ല, എനിക്കറിയാം. പക്ഷേ എൻ്റെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന ബ്രഷ് എത്തിയിട്ടില്ല, ഓൺ ദ വേ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ് കേട്ടോ, എനിക്കിഷ്ടമായി. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തല്ലേ, നമുക്ക് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത സെയിം പൗഡറാണ്, പാക്കിൻ്റെ പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കോണ്ടോർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 349 റുപ്പീസാണ് കേട്ടോ.
പൗഡർ കോണ്ടോറാണ് കേട്ടോ എടുക്കുന്നത്. ഒന്ന് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോണ്ടോർ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിരുന്നേ ഇല്ല. ഇപ്പോൾ എനിക്ക് ഡബിൾ ചിന്നൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ കോണ്ടോറൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്ലഷ് ഒരു മിനിറ്റ്, ഏത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ, ഒരു ലിക്വിഡ് ബ്ലഷാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഇതിൻ്റെ പ്രൈസ് എനിക്ക് കാണുന്നില്ല, ഇതിൽ കാണുന്നില്ല കേട്ടോ. പ്രൈസിൽ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യാൻ പോണത്. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഹൈലൈറ്റർ കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ പോകുന്നത്. ഹൈലൈറ്റർ എന്നല്ല, ഇതുവരെ ഒരു പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കെ ബ്യൂട്ടിയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്നതും യൂസ് ചെയ്യാൻ പോകുന്നതും. അറിയാലോ, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 949 റുപ്പീസാണ്, ഓൾമോസ്റ്റ് 1000 റുപ്പീസ് ഈ ഒരു ഹൈലൈറ്ററിന്. എന്തായാലും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് ഈ ഒരു ഭാഗം ഒന്ന് കോൺടോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ ഒരു ഷെയ്ഡ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ലൈറ്റ് ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ചാർജ് കുറവായിട്ടാണ് കേട്ടോ. ഇതിങ്ങനെയാണല്ലേ വരുന്നത്, ഇതിൻ്റെ അപ്ലിക്കേറ്റർ ഇങ്ങനെയാണ് കേട്ടോ. ഇതെങ്ങനെ നമ്മൾ എടുക്കും? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചെടുക്കാം. ഇവിടെ ആദ്യം അപ്ലൈ ചെയ്യാം. വാവ്, അടിപൊളി. കയ്യിലൊന്നുമില്ല. ചില ഹൈലൈറ്റർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ അതിൻ്റെ ഓരോ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾസ് അതിൻ്റെ ഇങ്ങനെ ഷൈനി ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഇതൊന്നുമില്ല. സൂപ്പർ, എനിക്കിഷ്ടമായി കേട്ടോ. കൊള്ളാം. പൈസ മുടക്കിന് അതിനുള്ളതുണ്ട്. പ്രൊഡക്റ്റ് വളരെ കുറച്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ടാണ് ഇത് ഇത്രയും ഗ്ലോ. ഇത് നമുക്ക് ഒരു 1-2 കൊല്ലം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. അപ്പോൾ കൊള്ളാല്ലേ, എനിക്കിഷ്ടമായി. ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ കൂടെ അപ്ലൈ ചെയ്യാം. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതിൻ്റെ ഗ്ലോ കണ്ടോ? അടിപൊളി ഗ്ലോ. ശരിക്കും ബ്രൈഡ്സിനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പിന് ഒരു ഗ്ലോ വരില്ലേ, ആ ഒരു ഗ്ലോ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓ സൂപ്പർ. കുറച്ച് നമുക്ക് ഐബ്രോസിൻ്റെ താഴ്ഭാഗത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. എവിടെയൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണോ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. എനിക്കിഷ്ടമായി. കൊള്ളാല്ലേ, മതി. ഇനിയും കൂടുതൽ അപ്ലൈ ചെയ്താൽ ബോറാവും. ഇതെനിക്കിഷ്ടമായിട്ട് ഈ ഒരു ഗ്ലോ. ഇനിയാണ് മേക്കപ്പിലെ മെയിൻ താരം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്ന മുൻപായിട്ട് ഞാൻ ഇതൊന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി എൻ്റെ ചുണ്ടിലെ ലിപ് ബാം ഇരിക്കുന്നുണ്ടല്ലോ, കണ്ടോ, ടിൻഡ് ആയിട്ടുള്ളത്. സോ അത് വൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്ന് ഏത് ലിപ്സ്റ്റിക്ക് ഇടണം ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്. നമുക്ക് എന്തായാലും നോക്കാം. ഫസ്റ്റ് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു എന്താ പറയുക ലിപ് പെൻസിൽ ലിപ് ലൈനർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി. ആക്ച്വലി ഇതും പുതിയ പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു മേക്കപ്പിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഒരു 80% പ്രൊഡക്റ്റും പുതിയതാണ്. ഫസ്റ്റായിട്ട് ഈ ഒരു വീഡിയോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഗൈസ് ഇത് കൊള്ളാം. ഇത് നമുക്ക് ലിപ്സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ഫുള്ളായിട്ട് നല്ലൊരു ഷെയ്ഡ് കേട്ടോ. ഞാൻ ആ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ഓൾമോസ്റ്റ് എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്തു. എന്നാൽ ഞാൻ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ എടുക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. എങ്ങനെ ഉണ്ടാകും നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യാനാണ് വിചാരിക്കേണ്ടത് കേട്ടോ. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. സോ ഈ ഒരു ഷെയ്ഡ് നിൽക്കുന്ന രീതിയിലുള്ള ഷെയ്ഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇത് വിക്ഡ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് കേട്ടോ, മെബ്ലൈൻ ന്യൂയോർക്കിൻ്റെ. കൊള്ളാട്ടോ, 2 ഷെയ്ഡ് മിക്സ് ചെയ്തപ്പോൾ ഒരു വേറൊരു ഷെയ്ഡ് വന്നു. ഇങ്ങനെ ഒരു ഡാർക്ക് ഐ ഷാഡോ പാലറ്റിൽ നിന്നൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് കേട്ടോ. ഓൾറെഡി നമ്മളൊരു ഐ ഷാഡോ പാലറ്റിൽ നിന്നൊരു ഷെയ്ഡ് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഒന്നും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാമെന്ന് കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാം കഴിഞ്ഞു മേക്കപ്പൊക്കെ. ഇനി നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പായ സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കാം. എനിക്ക് നൈക്കിന് ഞാൻ ഓൾമോസ്റ്റ് ഒരു 5000 റുപ്പീസിൻ്റെ മേലുള്ള പ്രൊഡക്ട്സാണ്, മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ ബ്രാൻഡഡ് ആയ കാരണമാണ് ഈ ഒരു റേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ അതിലെനിക്കൊരു അബദ്ധം പറ്റിയൊരു പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് മാക്കിൻ്റെ ആണ്. മാക്കിൻ്റെ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഇതിൻ്റെ റേറ്റ് 850 റുപ്പീസാണ്. ഞാനിതിൻ്റെ ML നോക്കാണ്ടാണ് പർച്ചേസ് ചെയ്തത്. 850 കണ്ടപ്പോൾ ഞാൻ ഓക്കെ ഒരു 50 ml ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു 13-16 ml ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതിൽ ഇത്രയും ലിക്വിഡ് ഉള്ളൂ. ഞാനൊരു ഇത്ര ബോട്ടിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അബദ്ധം മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 850 തന്നെയാണ്. 16 or 13 ml തന്നെയാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് തെറ്റിയതാണ് കേട്ടോ. എന്തായാലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടും വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടും നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്താൽ മതി. കാരണം എവിടേക്ക് പോകാനില്ല, വീട്ടിലിരിക്കാനാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ആ ഒരു കുഞ്ഞ് ഫാൻ വെച്ചിട്ടൊന്ന് ഉണക്കട്ടെ ഫേസ്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കിഷ്ടമായി കേട്ടോ ഇന്നത്തെ മേക്കപ്പ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻപൊക്കെ ചെയ്ത മേക്കപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം പ്രൊഡക്റ്റും മാറി, സ്റ്റെപ്സും മാറി, ചെയ്യുന്ന രീതി എനിക്ക് മാറിയപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. പ്രൊഡക്റ്റ് മാറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു അടിപൊളിയായി തോന്നിയിട്ട്. കാരണം KVയുടെ പ്രൊഡക്റ്റും പിന്നെ പാക്കിൻ്റെയും ഫൗണ്ടേഷനും കൺസീലറും എല്ലാം നമ്മൾ പുതിയതാണല്ലോ, ഒക്കെ ഒന്ന് മാറ്റിയപ്പോൾ തന്നെ അടിപൊളിയായി. പിന്നെ ഞാൻ ഇപ്രാവശ്യം കൂടുതലും ബ്രഷൊക്കെ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. എൻ്റെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ മേക്കപ്പിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരും, വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കൂടുതലും ബ്ലാക്ക് പൊട്ടാണ് ഇടാറുള്ളത്. സോ ബ്ലാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിന്ദൂരം, കല്യാണമൊക്കെ കഴിഞ്ഞാണ് കുറച്ച് സിന്ദൂരം തൊടാം. ഇതാണ് എൻ്റെ സിന്ദൂരത്തിൻ്റെ കളറ്. ഈ ഒരു കളറ് കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. എന്നോട് കുറച്ചൊരു ഷെയ്ഡ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് റെഡ് 3 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. സിന്ദൂരം തൊടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. എന്തായാലും എനിക്ക് ഈ ഒരു ലുക്ക് എന്തോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുറേ പ്രൊഡക്റ്റ് മാറ്റിയിട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തേക്കുന്നത്. മുൻപ് ചെയ്തതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സിൽ കുറേ പ്രൊഡക്റ്റ്സ് ഒന്നും ഇപ്രാവശ്യം യൂസ് ചെയ്തിട്ടില്ല. കുറേയൊക്കെ പുതിയ പ്രൊഡക്ട്സാണ്. അതുപോലെ തന്നെ ഐ മേക്കപ്പ് ലുക്കൊക്കെ ഞാൻ ഇപ്പോഴും ഒരേപോലെയാണ്, ഒരേ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്യലാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് ഐ മേക്കപ്പ് ലുക്കൊക്കെ ഒരു 4-5 ഷെയ്ഡ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഒരു സ്മോക്കി ഐസൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തോ പ്രൊഡക്ട്സ് മാറിയപ്പോഴും പിന്നെ ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ മേക്കപ്പൊക്കെ ചെറുതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കെന്തോ എൻ്റെ
മേക്കപ്പ് ഇന്നത്തെ നല്ലോണം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഞാൻ ചില പ്രൊഡക്റ്റ്സ് പറയാം. ഫസ്റ്റ് യൂസ് ചെയ്ത മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ ഫ്ലിക്കയുടെ അടിപൊളിയാണ്. കാരണം ബേസ് ഇത്രയും ഗ്ലോയി ആയിട്ട് ഇരിക്കാനുള്ള മെയിൻ റീസൺ ഒന്ന് അതാണ്. പിന്നെ കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ അതും കൊള്ളാം, നല്ലതായിരുന്നു. പിന്നെ പാക്കിൻ്റെ പൗഡർ, മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ എല്ലാം നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. പക്ഷേ എന്താ വെച്ചാൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. എനിക്കെന്തോ ഇത്രയും കാലം യൂസ് ചെയ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി പ്രൊഡക്ട്സ് ഒന്ന് മാറ്റി പിടിക്കാം, കുറച്ച് ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് മേക്കപ്പ് ഒന്ന് ചെയ്യാം എന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. യെസ്, കൊള്ളായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. നല്ല ഗ്ലോയി ആയിട്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കണ്ണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ലെൻസ് എനിക്ക് അപ്പോൾ ആദ്യം വെച്ചപ്പോൾ എനിക്ക് ലെൻസ് അത്ര സ്യൂട്ടായിട്ട് തോന്നിയിരുന്നില്ല കേട്ടോ, സത്യമാണ്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഫൈനൽ ലുക്കിൻ്റെ ലെൻസ് അടിപൊളിയാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. നോർമലി ഞാൻ എടുക്കാറുള്ളത് ആഷാണ് ഷെയ്ഡ്. പക്ഷേ ഇന്ന് എന്തോ ഹേസിൽ വെക്കാൻ തോന്നി വെച്ചു. എനിക്ക് ഹേസിൽ എന്തോ പക്ക എനിക്ക് സ്യൂട്ടാവണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ. എനിക്ക് പിന്നെ ലിപ്പ് എനിക്കിഷ്ടമായി. ലിപ്പ് ലൈനൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ പിന്നെ കോൺടൂർ ചെയ്തപ്പോൾ എൻ്റെ ഡബിൾ ചിന്നൊക്കെ പോയി. എനിക്ക് ജോ ലൈൻ വന്ന പോലെയൊക്കെ തോന്നുക കേട്ടോ. കൊണ്ടോ എനിക്ക് ജോ ലൈൻ വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു ലുക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാന്ന് പറയുന്നില്ല, എന്നാൽ നമ്മൾ സിമ്പിൾ പോലെയാണ് ചെയ്തെടുത്തേക്കണത് അല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ മേക്കപ്പ് വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചേക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടാം. കമൻറ്റ് ചെയ്താൽ മതി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷു മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ. എനിക്കെന്തോ ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിന്ന് എവിടെയും പോകാനില്ല, എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക ഇങ്ങനെ ഈ ഒരു ലുക്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ, ഹാപ്പി വിഷു അഡ്വാൻസ്.